നമ്മുടെ കുടുംബം, അതുപോലെ വസ്തുവകകൾ, വളർത്തുമൃഗങ്ങൾ, ജീവിതമാർഗങ്ങൾ എല്ലാം അനുഗ്രഹം പ്രാപിക്കുവാനും അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നകന്ന് പഠനത്തിനും ജോലിക്കുമായിട്ട് വിദൂരത്തിൽ ആയിരിക്കുന്ന അവരെയും ഒക്കെ അവരിലേക്ക് വചനം കടന്നു ചെന്ന് അത്ഭുതം പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ തിരുവചനങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബം, നമ്മുടെ എല്ലാ മേഖലകളും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം അനുഗ്രഹം പ്രാപിക്കാനായി നമ്മളൊരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വചനങ്ങളുടെ ഒരു സീക്വൻസാണിത്. ഈ വചനങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പെന്നും പേപ്പറും എടുത്തുകൊണ്ട് വരിക, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഈ വചനങ്ങളെല്ലാം ആ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. ഈ വചനം എല്ലാ ദിവസവും എന്ന പോലെ നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു വചനം ചൊല്ലിക്കഴിഞ്ഞിട്ട് അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയും കൂടി ചൊല്ലുക. ഒന്നാമത്തെ വചനം ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ഈ ഒരു വചനഭാഗം നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു വീടിന് ഒരു സെക്യൂരിറ്റി, അങ്ങനെ ജസ്റ്റ് സങ്കല്പിക്കുക. നമുക്ക് ഒരു ഫുൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി നമ്മുടെ വീടിന് കാവലായിട്ട് നിൽക്കുകയാണ്. അപ്പം ആ ഒരു നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആയുധധാരിയായിട്ടുള്ള ഒരാൾ നമ്മുടെ വീടിന് കാവൽ നിൽക്കുകയാണെങ്കിൽ ഒരു ദുർശക്തിക്കും അതിലേക്ക്, അത് ദൈവിക ശക്തിയുള്ള ഒരാളാണ് നിൽക്കുന്നത്, അപ്പോൾ ദുർശക്തിക്കും അതിലേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ അതിൻ്റെ അതിലെ വസ്തുക്കളും വീടും എല്ലാം സുരക്ഷിതമായിരിക്കും. ഈ ഒരു വചനഭാഗം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക, നമ്മുടെ വീട് എല്ലാം ദൈവത്തിൻ്റെ ആ ശക്തിയിൽ ആ ഒരു സംരക്ഷണത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇരിക്കുകയാണ് എന്ന ഒരു വിശ്വാസത്തിൽ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈ വചനം ചൊല്ലിയ ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിനഭിഷേകം എന്നിൽ നിറയട്ടെ. രണ്ടാമത്തെ വചനം ഇതാണ്. ഒന്നാമത്തെ വചനം എല്ലാവരും ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ വചനം ഇതാണ്: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:7. ഈ വചനത്തിൽ പറയുന്നത്, നമ്മൾ ഈ വചനം ചൊല്ലുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, കർത്താവിൻ്റെ ദൂതൻ ഇപ്പം നമ്മുടെ ചുറ്റും, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്, നമ്മുടെ ചുറ്റും കർത്താവിൻ്റെ ദൂതന്മാർ വന്ന് പാളയമടിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ആ കർത്താവിൻ്റെ ദൂതൻ വന്ന് നിൽക്കുമ്പം നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് ശക്തികളോ അല്ലെങ്കിൽ ഒരു സാത്താൻ്റെ ഒരു എൻട്രി ഒന്നും അതിലേക്ക് വരികയില്ല. നമുക്ക് ഫുൾ പ്രൊട്ടക്ഷനായിരിക്കും. നമ്മുടെ വീട്, നമ്മുടെ വസ്തുവകകൾ, അതുപോലെ വളർത്തുമൃഗങ്ങൾ, നമ്മുടെ ജോലിയുടെ സാഹചര്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ സെക്യൂർ ആയിരിക്കും എന്ന ഒരു വചനഭാഗമാണിത്. ഈ വചനഭാഗം ചൊല്ലിയ ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിനഭിഷേകം എന്നിൽ നിറയട്ടെ. മൂന്നാമത്തെ വചനം ഇതാണ്: ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സക്കറിയ 9:8. വളരെ നല്ലൊരു വചനഭാഗമാണിത്. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ നമ്മുടെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് അവിടുന്ന് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയില്ല. ആരും നമ്മളെ കീഴടക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആ കണ്ണ് നമ്മുടെ മേലുണ്ട്, അവിടുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം നമുക്ക് ചുറ്റുമുണ്ട്. അവിടുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ ഭവനത്തിലേക്കും അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക.
അതുപോലെ അവിടുത്തെ ദൂതന്മാർ നമ്മുടെ വീടിന് ചുറ്റും സംരക്ഷണ ഒരു വേലിയായിട്ട് നമുക്ക് ചുറ്റും ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട്, നമ്മൾ ആലോചിച്ചുകൊണ്ട് ഈ വചനം ഏറ്റു പറയുമ്പോൾ നമ്മളത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ. ഈ വചനം ഏറ്റുചൊല്ലിയ ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിനഭിഷേകം എന്നിൽ നിറയട്ടെ. 4-ാമത്തെ വചനം ഇതാണ്: നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. സങ്കീർത്തനം 147 അധ്യായം 13 വാക്യം. ഈ വചനം ഏറ്റുചൊല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുഞ്ഞുമക്കളെയും, നമ്മുടെ എല്ലാ മക്കളെയും, പഠിക്കുന്ന കുട്ടികളുണ്ടാവും, കുഞ്ഞു കുട്ടികളുണ്ടാവും, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും, അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കും. ഈ വചനം ഏറ്റുചൊല്ലി നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായും യേശുവിൻ്റെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കാം: ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിനഭിഷേകം എന്നിൽ നിറയട്ടെ. 5-ാമത്തെ വചനം: ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. ഈ ഒരു വചനഭാഗം ഏറ്റുചൊല്ലുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മുടെ വീടിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട, ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട നമ്മുടെ വീടിന് ഭവനത്തിന് ചുറ്റുമുണ്ട്. അങ്ങനെ ഒരു കോട്ടയുള്ളപ്പോൾ അത് മറികടന്ന് ഇങ്ങോട്ട് ഒരു നെഗറ്റീവ് എനർജിക്കും വരാൻ സാധിക്കുകയില്ല. നമ്മുടെ വീടും നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവം സംരക്ഷിച്ച് അനുഗ്രഹിക്കും എന്ന ഒരു വചനമാണ് ഇതിൽ പറയുന്നത്. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിനഭിഷേകം എന്നിൽ നിറയട്ടെ. 6-ാമത്തെ വചനഭാഗം: അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിന് ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. ഈ ഒരു വചനം പറയുന്നത് നമ്മുടെ ഭവനത്തിനും സമ്പത്തിനും അവിടുന്ന് ഒരു സംരക്ഷണം നൽകുന്നു. നമ്മുടെ ഭവനവും നമ്മുടെ സാമ്പത്തിക മേഖലയും നമ്മുടെ ജോലിയെയൊക്കെ അവിടുന്ന് ഒരു സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജോലിയൊക്കെ ഉള്ളവരും സാമ്പത്തിക സാലറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിലും ചിലർക്ക് ആ പൈസ അവർക്കായി നിൽക്കത്തില്ല. അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലെങ്കിലും ചിലവായി പോകും. അങ്ങനെ ഉള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനത്തിനും നമ്മുടെ സമ്പത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് ദൈവമായിട്ട് തന്ന് നമ്മൾ അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഭവനവും നമ്മുടെ സമ്പത്തൊക്കെ. അത് നല്ല രീതിയിൽ അത് മിസ്യൂസ് പോകാതെ നല്ല രീതിയിലൊക്കെ സംരക്ഷിക്കാനും ഒക്കെ നമ്മളെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണെങ്കിൽ അവരെ സമർപ്പിച്ച് ഈ വചനഭാഗം ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് വേണ്ടി, അല്ല വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അവരെ ജസ്റ്റ് അവരുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അതിനുശേഷം ഈ പ്രാർത്ഥന ചൊല്ലുക: ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിനഭിഷേകം എന്നിൽ നിറയട്ടെ. 7-ാമത്തെ വചനം: നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. സങ്കീർത്തനം 122:7. നമ്മുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ സമാധാനമായും സന്തോഷമായിട്ടും ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ആത്യന്തികമായൊരു ലക്ഷ്യം എന്നുള്ളത് സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാകണം. അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ജോലിക്ക് വേണ്ടി ഓടുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നമ്മുടെ വീടുകൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഇത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അതിനുശേഷം ഈ പ്രാർത്ഥന ചൊല്ലുക: ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിനഭിഷേകം എന്നിൽ നിറയട്ടെ. 8-ാമത്തെ വചനം: ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും.
നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും. വർഷത്തിൽ 3 പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല. നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമ്മുടെ ഭൂമിയും നമ്മുടെ വീടും ഒന്നും ആരും കൈയടക്കി പോകാതിരിക്കാനുള്ള ഒരു വചനമാണിത്. ഇത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ പ്രാർത്ഥന ചൊല്ലുക. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിന് അഭിഷേകം എന്നിൽ നിറയട്ടെ. 9-ാമത്തെ വചനം. ആ നാളുകളിൽ നിനക്കു വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും. വില്ലും വാളും യുദ്ധവും ദേശത്തു നിന്നും ഞാൻ തുടച്ചു മാറ്റും. സുരക്ഷിതമായി ക്ഷയിക്കാൻ ഞാൻ നിനക്ക് ഇടവരുത്തും. ഹോസിയ 2-ാം അധ്യായം 18-ാം വാക്യം. ഇതിൽ പറയുന്നത് വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാനൊരു ഉടമ്പടി ചെയ്യും. അതിൻ്റെ ഒന്നും ആ ഒരു വന്യമൃഗങ്ങളുടെയും അതുപോലെ ഇഴജന്തുക്കളുടെയും ഒന്നും ഒരു ശല്യവും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ പ്രാർത്ഥന ചൊല്ലുക. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനപ്രകാശത്താൽ ഞങ്ങൾക്ക് സംരക്ഷണ മുദ്ര നൽകിയാലും ആത്മാവിന് അഭിഷേകം എന്നിൽ നിറയട്ടെ. ഈ വചനം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ നോട്ട് ചെയ്ത് എല്ലാ വചനവും നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനകളും എല്ലാം റിപ്പീറ്റായിട്ട് വരുന്ന പ്രാർത്ഥനയാണ്, അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബവും നമ്മുടെ വസ്തുവകകളും വളർത്തുമൃഗങ്ങളും ഒക്കെ നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെടാനും അതുപോലെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളും പഠനത്തിലൊക്കെ ആയിട്ട് വിദൂരത്തായിരിക്കുന്ന ആളുകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക.